സംസാരിപ്പാൻ നാം പ്രാർത്ഥനയോടെ ആയിരിക്കാം. വചന സൃഷ്ടിക്കായി കർത്താവിദാസനെ ക്ഷണിക്കുന്ന രാജു വർഗീസ് മുൻപോട്ട് കടന്നു വന്ന് വചനത്തിൽ നിന്ന് ദൈവം നൽകിയ ആലോചന അവൻ നമ്മളോട് അറിയിക്കുന്നതായിരിക്കും. കർത്താവിദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. യാചിക്കുന്നതിലും നിലയ്ക്കുന്നതിലും എത്രയോ അധികമായി. യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി. ഉള്ളത്തിൽ പ്രിയമായി ചെയ്യും രക്ഷകൻ സ്തോത്രമെന്നുമേ. ഉള്ളത്തിൽ പ്രിയമായി ചെയ്യും രക്ഷകനു സ്തോത്രമെന്നുമേ. Thank you Lord. Hallelujah. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. Thank you Lord. ഇവിടെ ജോസഫ് പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ അനുഭവത്തോടനുബന്ധിച്ചുള്ളതായ ഒരു കാര്യം ഞാനത് ഒന്ന് തൊട്ടുവിടാം. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഫാദറിന് അല്പം ഈ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെറിയ യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് പ്രശ്നമായി. പക്ഷേ എൻ്റെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഈ ആ ഒരു അനുഭവത്തോടൊക്കെയുള്ള അനുഭവത്തിനോടനുബന്ധിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നീതിമാനെ പഴിക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതായ കാര്യമാണ്. ഞാൻ ഇന്നത് ഓർത്ത് മറ്റുള്ളവരെയൊക്കെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. എൻ്റെ ഫാദർ ആ സമയത്ത് വളരെ വിഷമത്തോടുകൂടി അത് പറയുന്നത് അഭിമുഖീകരിക്കുന്നത് ഞാൻ കണ്ടതായ കാര്യമാണ്. എങ്കിലും അന്ന് ഞാൻ സ്കൂളിലോട്ട് കടന്നു പോകുന്ന സമയത്ത് രണ്ട് നെയ്ബേഴ്സ് മീൻസ് അതിലുള്ളതായ രണ്ട് ജോലിക്കാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വട്ടമലക്കാർ പൊട്ടി. എനിക്കില്ലോ എന്നാൽ ആ സ്ഥാനത്ത് തീർച്ചയായിട്ടും എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ പിതാവ് നീതിമാനായിരുന്നത് കൊണ്ട് അവർ പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ അവിടെ നടന്നു. ദൈവം എൻ്റെ പിതാവിനെ മാനിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ശ്രദ്ധിക്കുക, നീതിമാന്മാരെ നമ്മൾ ഉപദ്രവിക്കരുത്. അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്നത് ദൈവമാണ്. നീതിമാനെ പഴിക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. ബി കെയർഫുൾ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആലയത്തിൽ കടന്നു വന്നു. നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാനൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ട സാവകാശത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നായ സമയം മുതൽ നമ്മൾ ദൈവം അതിനൊക്കെ ശ്രമിക്കുന്നു. ദൈവത്തെ നമുക്ക് ആരാധിക്കാനൊക്കെയും സാധിച്ചു. എനിക്കറിയാം പലർക്കും ഒരു വിടുതലായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഈ അല്പസമയം മാത്രം നമ്മൾ ദൈവസന്നിധിയിരിക്കുമ്പോൾ ദൈവം എനിക്ക് തന്നതായ 1-2 തോട്ടുകൾ മാത്രം ഞാനിവിടെ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഒന്ന്, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള കാര്യം, 2 കിങ് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറ് ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. സമയമുണ്ടെങ്കിൽ നമുക്കതുകൂടി എടുക്കാം. താങ്ക് യു ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യമാണ്. പക്ഷെ ഞാൻ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. അവൻ വളരെ പുരുഷാരത്തോടു കൂടെ അവൻ പട്ടണത്തിൻ്റെ പടിവാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു.
അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ ആയിരുന്നു. അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരും അവളോട് കൂടെ ഉണ്ടായിരുന്നു. എനിക്കില്ലോ ഇവിടെ ആദ്യമേ നമ്മൾ വായിച്ചതായ വാക്യം, അതിനോടനുബന്ധിച്ചതായ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളതായ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ വാക്യങ്ങൾ വായിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ശൂന്യംകാരത്തി അല്ലെങ്കിൽ ശൂന്യംകാരത്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവപുരുഷനായ എലീശയെക്കുറിച്ചും പറയുന്നതായ കാര്യങ്ങളാണ്. ദൈവപുരുഷനായ എലീശയെ ഈ ശൂന്യംകാരത്തിയായിരുന്ന ആ റിച്ച് സ്ത്രീയെ അവൾ ദൈവപുരുഷനെ ബഹുമാനിക്കുകയും അപ്രകാരം ദൈവപുരുഷനെ ബഹുമാനിച്ചത് മുഖാന്തരമായിട്ട് ആ ശൂന്യംകാരത്തിയുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുകയൊക്കെ ഇടയായി. ആ വിടുതൽ ആ ശൂന്യംകാരത്തിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ ദൈവപുരുഷന്റെ പ്രാർത്ഥന മുഖാന്തരമായിട്ട് ആ ശൂന്യംകാരത്തിക്ക് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി. ആ കുഞ്ഞൊക്കെ ഉണ്ടായതിന് ശേഷം നാളുകൾ കഴിഞ്ഞ് ഈ കുഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദൈവപുരുഷന്റെ അടുത്തേക്ക് ശൂന്യംകാരത്തി കടന്നു ചെല്ലുന്നു. അപ്പോൾ ശൂന്യംകാരത്തിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു ഈ സമയത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെ, കുഞ്ഞിവിടെ മരിച്ചു കിടക്കുന്നു, നീ ഇപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് പോയിട്ട് എന്ത് കാര്യം? അതിനകത്തൊരു പോയിന്റ് നമ്മൾ വായിച്ചതായ ഒരു കാര്യം, അവൾ പർവ്വതത്തിലെ പ്രവാചകനെ കാണുവാനായിട്ട് കടന്നു ചെല്ലുമ്പോഴത്തേക്ക് പ്രവാചകന്റെ കാൽ പിടിക്കുവാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു. അപ്പം പ്രവാചക ശിഷ്യനായിരുന്ന ഗേഹസി അവളെ അതിനനുവദിക്കുന്നില്ല. എന്നാൽ പ്രവാചകൻ ഇത് കണ്ടിട്ട് പ്രവാചകൻ പറയുന്ന ഒരു വാക്കാണ് നമ്മളിവിടെ വായിച്ചത്. അവൾക്ക് ഒന്നുകൂടെ വായിക്കാം. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ എത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറെ ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ആരാണ് ഈ കാര്യം പറയുന്നത്? ദൈവപുരുഷൻ. ദൈവപുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്കാര് ഈ എലീശാര പ്രവാചകനാണ് ഇവിടെ പറയുന്നത്. എന്ത് പറയുന്നു? യഹോവ മറച്ചു വെച്ചിരിക്കുന്നു. യഹോവ മറച്ചു. അപ്പം സാധാരണ പ്രവാചകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ആ പ്രവാചകനാണ് പറയുന്നത്, അവളുടെ മനോവ്യസനം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അറിഞ്ഞില്ല, അത് ദൈവം എന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു. പ്രവാചകന് തന്നെ അറിയത്തില്ല എന്താ വിഷയമെന്ന്. വിഷയം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം, ഇപ്പം നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ആ വിഷയം ദൈവം അവിടെ പ്രവാചകനിൽ നിന്ന് മറച്ചു വെച്ചു? താങ്ക് യു ലോർഡ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ല പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും നമുക്കറിയത്തില്ല എന്തുകൊണ്ട് ഇപ്രകാരമുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അല്ലെന്താ, യാതൊരു മുന്നറിയിപ്പും കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് എന്ത് സംഭവിക്കുന്നു? ശൂന്യംകാരത്തിയുടെ കുഞ്ഞ് മരിക്കുന്നു. കുഞ്ഞ് എങ്ങനെ ലഭിച്ചതാ? പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം കൊടുത്ത ആ ഒരു ഗിഫ്റ്റായിരുന്നു. സഡനായിട്ട് ആ കുഞ്ഞ് മരിക്കുന്നു. അവൾക്ക് അന്നുള്ള ഒരേ ഒരു ഹോപ്പ്, അവൾ പ്രവാചകന്റെ അടുത്തേക്ക് ചെല്ലുക. പ്രവാചകൻ ഇവിടെ കൈ മലർത്തുന്നു. ദൈവം എന്നെ അറിയിച്ചിട്ടില്ല,
ഞാൻ എന്ത് ചെയ്യും? അവളുടെ മനോദർശനം എനിക്ക് സാധാരണ രീതിയിൽ ദൈവം എന്നെ അറിയിക്കുന്നതായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം എൻ്റെ കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ ഇന്നെനിക്ക് ആ മനോദർശനം അറിയുന്നില്ല എന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. ഞാൻ ആ പോർഷൻ കുറെ നാളുകൾക്ക് മുമ്പ് വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ രീതിയിൽ ഇങ്ങനെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ എന്ത്? പക്ഷേ അവിടെ പ്രവാചകൻ പറയുന്നു എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ അതിനുശേഷം ഈ കുഞ്ഞ് മരിച്ചു എന്നുള്ള കാര്യം ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രവാചകൻ എങ്ങനെയെങ്കിലും ഇതിനെ അങ്ങ് ഒഴിവാക്കി വിടാൻ വേണ്ടി നോക്കുന്നു. വടിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാൻ വേണ്ടി അങ്ങ് നോക്കുക. പക്ഷെ ഇവിടെ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. എനിക്കില്ല. പിന്നീട് നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. പ്രവാചകൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ നടന്നായ പ്രവൃത്തികളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇത് ദൈവം ഈ പ്രവാചകനിൽ നിന്ന് മറച്ചു വെച്ചേക്കുന്നു? ദൈവം പ്രവാചകനിൽ നിന്ന് മറച്ചു വെച്ചേക്കുന്ന കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നാളത്തെക്കുറിച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ അവിടെ കിട്ടിയത്. കിട്ടിയതിന് ശേഷം പ്രവാചകനോട് ദൈവം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി ഒന്ന് അറിയിക്കുക, ഈ ശൂന്യകാലത്തൊരു ജീവിതത്തിൽ ഇന്നൊക്കെ സംഭവിക്കാൻ പോകുന്നു. പ്രവാചകൻ എന്ത് ചെയ്യും? മാനുഷികമായ രീതിയിൽ പ്രവാചകൻ അവിടെ കയറി ദൈവമേ എന്നോ ഇടിവിൽ കയറി നിൽക്കും. അവിടെ കയറി നിൽക്കും. നോ, ഒരിക്കലും സംഭവിക്കരുത്. പ്രവാചകന്റെ കഴിവിന്റെ പരമാവധി അവിടെ നിന്ന് ആ കുഞ്ഞിനെ വിടുവിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാതിരിക്കാൻ വേണ്ടി അത് തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവോ? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവോ? അപ്രകാരം പ്രവാചകൻ അവിടെ നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ദൈവം ചിലതൊക്കെ പ്രവാചകന്മാരിൽ നിന്നും മറച്ചു വയ്ക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്നതായ ചില വിഷയങ്ങളൊക്കെ നമുക്കറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിൽ കൂടെ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ ശൂന്യക്കാരത്തെയും ഈ പ്രവാചകനെ കുറിച്ചൊക്കെ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടേ ഒക്കോ. അവിടെ പ്രവാചകനെ പ്രസാദിപ്പിക്കാനായിട്ടല്ല ദൈവം ഇരിക്കുന്നത്. ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം ചിലതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് മനസ്സിലാക്കുക. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കും ദൈവനാമ മഹത്വത്തിനായിട്ട്. അത് നമുക്ക് ദോഷമായിട്ട് വല്ലതും ദൈവം ചെയ്യുവോ? ഇല്ല. നിർണയപ്രകാരം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായിട്ട് മാത്രം. അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പ്രവാചകനെ മറച്ചു വെച്ചിരിക്കുന്നു. മറച്ചു വെച്ചതിന് ശേഷം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരുന്നു. ആ ഒരു പ്രവൃത്തി വെളിപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് ഗേഹസിയുടെ ജീവിതത്തിൽ പിന്നീട് എന്തുണ്ടായി? അല്ലെങ്കിൽ ഈ ശൂന്യകാരത്തിയുടെ ജീവിതത്തിൽ പിന്നീട് എന്തുണ്ടായി? അവർ ദേശം വിട്ടൊക്കെ കടന്നുപോയതിനു ശേഷം ഈ ഗേഹസി എന്ന പ്രവാചക ശിഷ്യൻ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് എന്റെ കാര്യമായി പറഞ്ഞത്, രാജാവിനോട് പറഞ്ഞത്, ഇതാ കുഞ്ഞിനെ പ്രവാചകൻ ജീവിപ്പിച്ചു കൊടുത്തായ ഒരു സ്ത്രീയുടെ കാര്യമൊക്കെ, ദൈവത്തിന്റെ പ്ലാനുകളൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ. നമ്മളത് ഇന്നത്തെ കാര്യമൊക്കെ, ഈ പ്രസന്റ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ദൈവം അതൊക്കെ അനുവദിച്ചു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നടന്നു? അല്ലെ എന്തുകൊണ്ട് ആ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു? വി ഡോണ്ട് നോ, നമുക്കറിയത്തില്ലെന്നേ. പക്ഷെ നമ്മുടെ ദൈവം സകലതും അറിയുന്നേ. നാളത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ടെന്നേ.
താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഈ ഗേഹസ് അല്ലെങ്കിൽ ഈ ശൂന്യംകാര്യത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതി ഉണ്ട്. ഇന്ന് നീ കടന്നു പോകുന്ന ഈ കഷ്ടത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ പ്രയാസത്തിൽ കൂടെ ദൈവം നിന്നെ അനുവദിച്ചിട്ട് വേണം രാജാവിന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് നിർത്തിയിട്ട് മാനിക്കുവാനായിട്ട്. താങ്ക് യു ലോ. എന്തുകൊണ്ടെന്ന് ആരായി ഈ ശൂന്യംകാര്യത്തെ സ്ത്രീയെ? അവൾ വിശ്വസ്തയായ ഒരു സ്ത്രീയായിരുന്നു. താങ്ക് യു ലോ. വിശ്വസ്തയായ ആ സ്ത്രീയെ മാനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാ. വിശ്വസന്മാരെ മാനിക്കുക എന്നുള്ള ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാ. ദൈവം അവരെ മാനിച്ചിരിക്കുക തന്നെ ചെയ്യും. അത് ഇന്ന് നടക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊന്നും തിരിച്ചറിയാനായിട്ടുള്ള കഴിവൊന്നുമില്ലെന്നേ. കാര്യം നാളുകളെ അറിയുന്ന നമ്മുടെ ദൈവം നാളെ നീ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെക്കുറിച്ച് ഗേഹസയ്ക്ക് ചിലതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെക്കുറിച്ച് ചിലതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നീ ഈ സിറ്റുവേഷനിൽ കൂടെ ഒക്കെ പോയാലേ പറ്റൂ. അതുകൊണ്ട് ദൈവം ചിലതൊക്കെ നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെക്കും, പ്രവാചകന്മാരിൽ നിന്നും മറച്ചു വെക്കും. അതുകൊണ്ട് നമ്മുടെ ദൈവം ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്ന ദൈവമല്ലെന്നേ. അയക്കിലോ നിർണയപ്രകാരം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ രണ്ടാമത് വായിച്ചതായ സമയമുണ്ട് പക്ഷേ രണ്ടാമത് വായിച്ചതായ ആ വാക്യം തന്നെ അവിടെ എന്ത് പറയുന്നു? നൈം എന്ന പട്ടണത്തിലേക്ക് യേശു വരുന്നു. നമ്മൾ അത്രയൊക്കെ അവിടെ എഴുതിയിട്ടുള്ളൂ. നെയ്മ് എന്ന പട്ടണത്തിലേക്ക് യേശു ചെല്ലുന്നു. നമ്മൾ അല്ലെങ്കിൽ യേശു വെറുതെ അങ്ങ് പോവുകയാണോ ഈ പട്ടണത്തിലേക്ക്? അല്ല വെറും ഒരു അല്ലെങ്കിൽ വെറുതെ അല്ലെങ്കിൽ നമ്മളൊക്കെ പോകുന്നതിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പോകുന്നതിനൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശമുണ്ടല്ലോ. യേശുവിന് ഒരു ഉദ്ദേശമുണ്ട്. യേശുവിൻ്റെ ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളൊന്നും നമുക്കറിയത്തില്ല. താങ്ക് യു. ഈ നെയ്മ് എന്ന പട്ടണത്തിൽ എന്ത് നടക്കുന്നു? നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതായ കാര്യങ്ങളാണ്. ഈ നെയ്മ് എന്ന പട്ടണത്തിലേക്ക് ഈ സംഭവം നടക്കുന്ന അല്ലെ ഈ ബാല്യക്കാരൻ മരിക്കുമെന്ന് താങ്ക് യു ലോർഡ് അവിടെ ദൈവം മുൻകൂട്ടി അറിയുക, യേശു മുൻകൂട്ടി അറിയുക. ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ട് ദൈവം ചിലതൊക്കെ ചെയ്യുക. ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം മുൻകൂട്ടി ചിലതൊക്കെ ചെയ്യുന്നു. അത് ആരറിയുന്നു? മനുഷ്യൻ അറിയുന്നുണ്ടോ ഇതുവല്ലോ? അതുകൊണ്ട് യേശു പറയുക നമുക്ക് ആ നെയ്മ് എന്ന പട്ടണത്തിലേക്ക് ചെല്ലാം. പക്ഷെ പട്ടണത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കി. എത്രയോ അത്ഭുതകരമാവുന്ന കാര്യങ്ങളാ. ഈ പട്ടണത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ ബാല്യക്കാരൻ മരിച്ചു. ഈ ബാല്യക്കാരൻ്റെ അമ്മ ആരായിരുന്നു? അവൾ വിധവയായ ഒരു സ്ത്രീയെ, അവളുടെ ഏക ആശ്രയം ഈ ഏക മകനായിരുന്നു. ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവളുടെ ഏക ആശ്രയം അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അവൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്കൊരു കുഞ്ഞ് വേണം, അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ് വേണം, ഒരു പുരുഷ പ്രജ അവളുടെ കൂട്ടത്തിൽ വേണം. അത് അവളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. വിധവയായ ഒരു സ്ത്രീയെ. താങ്ക് യു ലോർഡ്. ആ വിധവയായ സ്ത്രീക്ക് എന്ത് സംഭവിക്കുന്നു ഇവിടെ? അവളുടെ ഏക മകനും മരിച്ചു പോകുന്നു. മരിച്ചതിന് ശേഷം എല്ലാ ഹോപ്പും കഴിഞ്ഞു. മരിച്ചവനെ പിന്നെ നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്ന ഈ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റോടുകൂടി അല്ലെങ്കിൽ പെട്ടിയിലാക്കി ഒത്തിരി ആൾക്കാരൊക്കെ അതിൻ്റെ കൂട്ടത്തിലൊക്കെ പോയി എല്ലാവരും പോയി അതിന് അനുശോചനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ് മരിച്ചവരെ അടക്കുന്നത്? അത് തന്നെ, മരിച്ചവരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാറ്റം വെക്കും. അതുകൊണ്ട് നിന്നെ ഔട്ടാക്കണം. ഞങ്ങളുടെ മധ്യത്തിൽ നിനക്ക് സ്ഥാനമില്ലെന്നേ. നിന്റെ സ്ഥാനം പോയി. അതുകൊണ്ട് ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് നിന്നെ ഔട്ടാക്കണം. അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് ഏത് മാതാവും ഏത് പിതാവും ഏത് അപ്പനും ഏത് മക്കളും ആരായിരുന്നാലും സ്ഥാനമില്ല. മരിച്ചവനെ വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെ വെളിയിലാക്കുന്നു. അന്ന് അതേ സംഭവം തന്നെ അവിടെ നടക്കുക. അതേ സമയത്ത് ഈ മാതാവിൻ്റെ വളരെ പ്രിയപ്പെട്ടതായ ഈ മകനെ എന്ത് എടുക്കുന്നു? ഈ മാതാവ് ഉൾപ്പെടെയുള്ളവർ പട്ടണത്തിന് വെളിയിലേക്ക് കൊണ്ടുവരിക. പട്ടണത്തിന് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ എന്താ നടക്കുന്നത്? ഇവന് തിരിച്ച് മാനുഷികമായ രീതിയിൽ ഒരു തിരിച്ചു വരവില്ല. മാനുഷികമായ രീതിയിൽ ഒരു തിരിച്ചുവരവില്ല.
താങ്ക് യു ലോർഡ്. ഒരിക്കലും ഈ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് അവന് പ്രവേശനമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ സ്ഥാനത്താണ് ആ കറക്റ്റ് ടൈമിൽ യേശു അവിടെ കടന്നു വരുന്നു. നമ്മുടെ വിഷയങ്ങളൊന്നൊക്കെ ചിന്തിച്ച് നോക്കാം. നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ വിഷയങ്ങൾ മാനുഷികമായ രീതിയിൽ മരിച്ചു, ഇനി അതിന് ജീവനില്ല, ഇനി അത് നടക്കത്തില്ല, സാധിക്കുമോ നമ്മുടെ ദൈവത്തിനെ? താങ്ക് യു ലോർഡ്. ഇതാണ് നമുക്ക് ആ സ്റ്റോറിയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ സംഭവത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. മാനുഷികമായ രീതിയിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ, ഇനിയൊരു തിരിച്ചു വരവില്ല, ഇനിയൊരു മടങ്ങി വരവില്ല എന്ന് നമ്മൾ എഴുതുന്നതായ ആ സ്ഥാനത്ത് നീ നനയാത്ത നേരത്തിൽ നിന്നെ അറിയുന്ന നിന്റെ ദൈവം, ഈ നയം എന്ന പട്ടണത്തിൽ ആ വിധവയായ സ്ത്രീയെ അറിയുന്ന ദൈവം എല്ലാവർക്കും വേണ്ടി വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം, ഉൽപ്പുകളെയും നിലവുകളെയും അറിയുന്ന ദൈവം ആ സ്ത്രീയുടെ ഭവനത്തിലേക്ക്, ആ സ്ത്രീയുടെ ദുഃഖത്തിൻ്റെ നടുവിലേക്ക് യേശു വന്നിരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വിഷയങ്ങൾ എന്തും ആയിക്കോട്ടെ, ആ യേശുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, ആ യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതോ നമ്മൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കണോ, ഇനി ഈ പട്ടണത്തിലേക്ക്, അല്ലെങ്കിൽ ഇനി ആ ചാൻസ് എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല, അല്ലെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ആ നല്ല കാലം വരത്തില്ല എന്നാണോ നമ്മൾ പറയേണ്ടത്? ഇല്ല, എൻ്റെ ദൈവത്താൽ സകലതും സാധിക്കും. ഇവിടെ യേശു വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. മാനുഷികമായ രീതിയിൽ പട്ടണത്തിലേക്ക് ഇനി പ്രവേശനമില്ല എന്ന് വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് യേശു അവിടെ ചെല്ലുന്നത്. പട്ടണത്തിനകത്ത് വെച്ചല്ല യേശു ആ ഡെഡ് ബോഡി കാണുന്നത്, പട്ടണത്തിന് വെളിയിൽ കൊണ്ടുവന്നു. നോ ഹോപ്പ് അറ്റ് ഓൾ. ആ വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം യേശു ആ സ്ത്രീയെ അടുത്തേക്കൊന്ന് ചെല്ലുന്നു. യേശു ആ മഞ്ചലിൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലുന്നു. മഞ്ചലിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ മഞ്ചല് ചുമന്നവരൊക്കെ അവിടെ നിർത്തിയോ? ഇല്ല, അവർക്ക് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇവനിവിടെ സ്ഥാനമില്ല, ഇനിയിവിടെ സ്ഥാനമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നത് ദൈവമാണ്. താങ്ക് യു ലോർഡ്. അതിന് ഇംഗ്ലീഷിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് യേശു എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു വേടം, അവനെന്നുള്ള വേടൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവം എന്നുള്ള വേടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, നിന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ളത് സാധ്യമാകും. ആരൊക്കെ നിന്നെ നാട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും, ആരൊക്കെ നിനക്ക് എഗനിസ്റ്റായിട്ട് നിന്നാലും, ആരൊക്കെ നിനക്ക് ഈ ലോകത്തിൽ ഇനി നോ മോർ എന്ന് പറഞ്ഞാലും, ദൈവം നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുക തന്നെ ചെയ്യും. പട്ടണക്കാരെല്ലാം വളരെ ദുഃഖത്തോടുകൂടിയൊക്കെയാണ് വരുന്നത്. താങ്ക് യു ലോർഡ്. അല്ലെങ്കിൽ വിധവയായ സ്ത്രീ, അവളുടെ ഏകമകൻ, ഇങ്ങനെ സോറോ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതായ പട്ടണക്കാര്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിന്റെ ഈ അവസ്ഥയിൽ ലോകത്തിനൊന്നും, ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ സാധിക്കാൻ മേലാത്ത ഇടങ്ങളിൽ നിനക്ക് വേണ്ടി വരുന്ന ഒരു യേശുവുണ്ട്. നൈം എന്ന പട്ടണത്തിലേക്ക്, ഹല്ലേലൂയ, ആ വിധവയെ തേടി കടന്നു വരുന്ന ആ ദൈവം മനുഷ്യൻ്റെ ചിന്തകൾക്കും മനുഷ്യൻ്റെ പ്ലാനുകൾക്കും മനുഷ്യൻ്റെ നിരൂപണങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, നമ്മുടെ വിഷയത്തിൻ്റെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. യേശു അടുത്ത് ചെന്ന് എനിക്കിലോ, അപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ആ മഞ്ചൽ ചുമന്നവർ അവിടെ നിന്നു. യേശു ചെന്നാൽ നിൽക്കേണ്ടി ഒരു നിൽക്കും. താങ്ക് യു ലോർഡ്.
എനിക്കില്ലോ യേശു ചെന്ന നിൽക്കേണ്ടവർ നിൽക്കും. അവർ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ട്രഡീഷൻ അനുസരിച്ച് നിൽക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം ബോഡി കൊണ്ട് അടക്കണം. ഓ താങ്ക്യല്ലോ. സാഹചര്യങ്ങളെ മാറ്റി എഴുതുന്ന നമ്മുടെ ദൈവം, വിധികളെ മാറ്റി എഴുതുന്ന നമ്മുടെ ദൈവം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. യേശു അന്ന് മഞ്ചൽ തോറ്റോ. താങ്ക് യു ലോർഡ്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. ദൈവം തൊട്ടാൽ അത്ഭുതം നടക്കും. ദൈവം വന്നാൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അവിടെയെല്ലാം നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്ത് പറയട്ടെ. സാഹചര്യങ്ങളെല്ലാം എഗനിസ്റ്റായിരുന്നു. ഒരിക്കലും ആ പട്ടണത്തിലേക്ക് അവൻ തിരിച്ചു കയറാനായിട്ട് യാതൊരു ഹോപ്പും ഇല്ലായിരുന്നു. എന്നാൽ യേശു വന്നതോടുകൂടി അവനൊരു യൂട്ടേണായിരുന്നു. എനിക്കില്ലോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതു വിഷയമായിക്കോട്ടെ, നമ്മൾ ചിന്തിക്കുന്ന ഏതു വിഷയമായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കുക. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നയം എന്ന പട്ടണത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ആ ദൈവമാണ് നിന്റെ ദൈവം. മനുഷ്യൻ പറയുന്നു, മനുഷ്യൻ ചിന്തിക്കുന്നതും അതിനപ്പുറത്തായിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സൂപ്പർ നാച്ചുറലായി പ്രവർത്തിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവമാണ് നമ്മളോട് ഇടപെടുന്നത്. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവനെ ഒരു യൂട്ടേൺ കൊടുത്ത് അവന്റെ മാതാവിനെ തിരികെ ഏൽപ്പിക്കുന്നു. അവളുടെ സകല നിരാശകളും മാറ്റിയിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. അവൾക്കെതിരായിട്ട് പെറുപെറുത്തവരുടെ നടുവില് ഇവൾ വളരെ മോശമായിട്ട് ജീവിച്ച ഒരു സ്ത്രീ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവളുടെ ഭർത്താവ് മരിച്ചത്, അവളുടെ മകനും മരിച്ചത് എന്നൊക്കെ വിധി എഴുതിയവളുടെ നടുവില്. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന്റെ വചനവാ. എനിക്കില്ലോ നീതിയുടെ ന്യായാധിപതി ദൈവം തക്ക സമയത്ത് പട്ടണത്തിൽ കൊണ്ടുവന്ന് പട്ടണത്തിന് വെളിയിലേക്ക് വിടപ്പോടി കൊണ്ടിരുന്ന സമയത്ത് യേശു അവിടെ എത്തിയിരിക്കും. നമ്മുടെ ജീവിതത്തില് തക്ക സമയത്ത് നമ്മുടെ യേശു വെളിപ്പെടും. നമ്മുടെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ യേശു നമുക്ക് വേണ്ടി മനുഷ്യൻ ചിന്തിക്കുന്നതിനുപരിയായിട്ട്, നമ്മുടെ ചിന്തകൾക്കുപരിയായിട്ട്, ഈ ശൂന്യകാര്യത്തേക്ക് ആദ്യമേ ഇങ്ങനെ വല്ലതും ചിന്തിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് നടക്കുന്ന ഒരിക്കലും അവൾക്ക് ചിന്തിച്ചു പോലും ഉള്ളതല്ല. അവൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ ഹോപ്പും കഴിഞ്ഞ സമയത്താണ്. അതാണ് നമ്മുടെ ഹോപ്പ്. നമ്മുടെ ഹോപ്പ് എല്ലാം തീരുന്ന സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആർക്ക് വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. അതാണ് ദൈവവചനം ഈ സ്റ്റോറിയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ചരിത്രത്തിൽ കൂടെ, ആ സംഭവത്തിൽ കൂടെ, ഇതൊക്കെ നടന്ന സംഭവങ്ങൾ തന്നെയാണല്ലോ. സ്റ്റോറി എന്ന് പറഞ്ഞ് ക്ഷമിക്കണം. ഹല്ലേലൂയ. ആ നടന്ന ആ സംഭവത്തിൽ കൂടെ നമ്മളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? നിന്റെ ഏതു വിഷയമായിക്കോട്ടെ, ഏത് പ്രതിസന്ധിയുമായിക്കോട്ടെ, നമ്മുടെ ദൈവത്താൽ, നീ സേവിക്കുന്ന ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. വിശ്വസിക്കുക. നമ്മുടെ വിഷയങ്ങളുടെ മുഖത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം? അന്ന് നെയ്മ് എന്ന പട്ടണത്തിൽ താങ്ക് യു ലോർഡ് അത്ഭുതം ചെയ്ത യേശുവേ, ആ യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഈ നെയ്മ് എന്ന പട്ടണത്തിൽ ആ വിധവയായ സ്ത്രീക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സാധിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും എഴുതി തള്ളപ്പെട്ടതായ വിഷയത്തിന്റെ മുഖത്ത് ദൈവമേ ഈ വചനപ്രകാരം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തോട് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. താങ്ക് യു ലോർഡ്. ആ ദൈവത്തിന്റെ മഹത്വത്തോട് വെളിപ്പെടുമ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയും, യേശുവിനെ തിരിച്ചറിയും. അവിടെ പട്ടണക്കാരെന്താ പറയുന്നത്? ഓ ഹല്ലേലൂയ, പട്ടണക്കാരൊന്ന് തിരിച്ചറിഞ്ഞു യേശുവിനെ. ഹല്ലേലൂയ. തച്ചന്റെ മകനെന്നൊക്കെ മുമ്പേ വിളിച്ചവരെ
ഹല്ലേലൂയ. വലിയ പ്രവാചകനെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ വിഷയങ്ങളൊക്കെ നടക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതൊക്കെ നമ്മുടെ യേശുവിനെ ഒന്ന് ഉയർത്തണം. നമ്മുടെ യേശുവിന്റെ നാമം നമ്മൾ കൂടി ഒന്ന് ഉയരണം. താങ്ക്യൂ ഹല്ലേലൂയ. അതിനുവേണ്ടി ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവ. വിശ്വസിക്കുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവരെ നിങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.